ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് tutorme.com എന്ന് പറയുന്ന ഒരു ഹോംവർക്ക് ഹെൽപ്പിംഗ് സൈറ്റ് ആണ്. അപ്പൊ ഇവിടെയും സ്റ്റുഡൻസ് അവരുടെ ഡൗട്ട് സബ്മിറ്റ് ചെയ്യും. ആ ഡൗട്ട്സ് നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഡൗട്ട് സോൾവ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് നമ്മൾ tutorme എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫ്രീ ആയിട്ടുള്ള അവേഴ്സിൽ. അപ്പോൾ എക്സ്ട്രാ ഇൻകം എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു എമൗണ്ട് ആണ്. ഇവിടെ നമുക്ക് പെർ അവർ നമുക്ക് ഏറ്റവും ലീസ്റ്റ് $16 ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് മോർ ദാൻ 1000 rupees പെർ അവർ നമുക്ക് ഇവിടെ കിട്ടാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാം. എപ്പോഴാണോ നമുക്ക് ഫ്രീ ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ കൺവീനിയന്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ലാപ്ടോപ്പും ഒരു നല്ല വൈഫൈ കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും സ്റ്റുഡൻസിന്റെ ഡൗട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലായാലും നമ്മൾ പുറത്തായാലും നമുക്ക് ഈ രണ്ട് സൗകര്യം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡൗട്ട്സ് സോൾവ് ചെയ്യാം, പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ട്യൂട്ടർമീയുടെ വെബ്സൈറ്റിലുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്താൽ. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ സപ്പോസ് നമ്മൾ ട്യൂട്ടർമീയിൽ ട്യൂട്ടറായിട്ട് സെലക്റ്റഡ് ആയാൽ നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ അവരുടെ ഡൗട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ സ്റ്റുഡൻസ് ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡൗട്ട് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് അയക്കും. ഓക്കെ, എനിക്ക് ഈ ഡൗട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പാർട്ട് എനിക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കുമെന്ന് നമ്മൾ സ്റ്റുഡന്റിന് മെയിൽ അയക്കും. അപ്പൊ സ്റ്റുഡന്റ് ആണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡന്റ് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തും നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുമാണ് സ്റ്റുഡന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ ഡൗട്ട് ആൻസർ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റുഡന്റുമായിട്ട് നമ്മൾ എത്ര ടൈം എടുത്ത് നമുക്ക് ഈ ഡൗട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതിന് പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഇല്ല. ഇപ്പൊ നമുക്ക് സ്റ്റുഡന്റിന്റെ ഡൗട്ട് 15 minutes സോൾവ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് 1 hour എടുത്തും സോൾവ് ചെയ്യാം, വേണമെങ്കിൽ 3 hours ആകാം. അതിൽ യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല. അപ്പൊ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ഡൗട്ടല്ലേ സോൾവ് ചെയ്യാൻ സാധിച്ചുള്ളൂ, അങ്ങനെ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. എത്ര ടൈം എടുത്താലും ഇവിടെ നമുക്ക് പെർ അവറിനാണ് നമുക്ക് നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ എത്ര അവർ എടുത്താലും നമുക്ക് പൈസ കൂടുതൽ കിട്ടുള്ളൂ. അല്ലാതെ ഒരു ഡൗട്ട് സോൾവ് ചെയ്യാൻ ഇത്ര ടൈം എടുത്തു എന്നുള്ളത് ഇവിടെ മാറ്റർ അല്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ സ്റ്റുഡന്റിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് നമ്മളുടെ പ്രൊഫൈല് കണ്ട് നമ്മൾ സെലക്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ സ്റ്റുഡന്റിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്താൽ നെക്സ്റ്റ് ടൈം ആ സ്റ്റുഡന്റ് നമ്മളെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതൊരു ആക്ച്വലി ഒരു ഫുൾ ടൈം കരിയർ വേണമെങ്കിലും ആക്കാം. അത്രയും നല്ലൊരു ബെനിഫിറ്റ് ഉള്ള സൈറ്റാണ് ഇത്, ട്യൂട്ടർമി എന്നുള്ള ഈ സൈറ്റ്. ഇനി ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒത്തിരി സബ്ജക്ട്സ് അവൈലബിൾ ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫോറിൻ ലാംഗ്വേജ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, മാത്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ സ്ട്രീംസിലും ഉള്ള സബ്ജക്ട്സ് ഉണ്ട്. അതിൽ തന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒത്തിരി സബ് കാറ്റഗറീസ് ഉണ്ട്. സി പ്രോഗ്രാമിംഗ്, C++, മാറ്റ് ലാബ്, ജാവ, അങ്ങനെ ഒത്തിരി സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഈ സബ് കാറ്റഗറീസിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി സപ്പോസ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒപ്പം നമുക്ക് ഹിസ്റ്ററിയും പഠിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നുള്ള സബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം. മാത്സ് അറിയാമെങ്കിൽ മാത്സിന്റെ അകത്ത് തന്നെ പിന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അപ് ടു 40ലും കൂടുതൽ സബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇതിന്റെ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി ആയിട്ടുള്ള 3 സബ്ജക്ട്സ്, അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി സബ്ജക്ട്സിൽ നിന്നും നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ടോപ്പ് പ്രയോറിറ്റി ഉള്ള 3 സബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 3 സബ്ജക്ട്സിൽ നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, നമ്മൾ തന്നെ അതിൽ ആൻസർ എഴുതണം. എന്നിട്ട് നമ്മൾ ഈ 3 ടോപ്പ് പ്രയോറിറ്റി സബ്ജക്ട്സിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം, നമ്മൾ തന്നെ ആൻസർ ചെയ്യണം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ പ്രൊഫൈലും നമ്മുടെ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഡെമോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കിയിട്ടാണ് നമ്മൾ ട്യൂട്ടർ മീയിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൊഫൈല് വളരെ സ്ട്രോങ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഡെമോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നല്ല ക്വസ്റ്റ്യനും നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ല രീതിയിലായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്യൂട്ടർ മീനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും ജെന്യൂൻ ആയിട്ടുള്ള 100% ജെന്യൂൻ ആയിട്ടുള്ള ഓൺലൈൻ ഏർണിംഗ് പ്ലാറ്റ്ഫോംസിനെ പറ്റി ഞാൻ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.